ഗൈസ് ജെഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു അടിപൊളിയായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കുന്നത്, അതായത് ഒരു ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് നല്ല കറക്റ്റ് ആയിട്ട്, അതായത് ആൾക്കാരെ കൂടുതൽ അട്രാക്ട് ചെയ്യിക്കുന്ന രീതിയിൽ എന്താ പറയാ, വെറുതെ ഒരു എഡിറ്റ് ചെയ്തിട്ട് എടുക്കാണ്ട് കുറച്ച് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് കാണുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഒരു രസം കിട്ടുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റ് ഒക്കെ നല്ലതായിരിക്കും, ചില ആൾക്കാർ വീഡിയോ ഒക്കെ എന്താ പറയുക നല്ല അടിപൊളി കണ്ടന്റ് ഒക്കെ ആയിരിക്കും, പക്ഷെ അത്ര നല്ല കണ്ടന്റ് കിട്ടുന്ന പറഞ്ഞാലും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചൊരു എഫക്റ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ മാത്രം നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലോട്ട് ഒരു ഇഷ്ടപ്പെടുകയുള്ളൂ. കണ്ടു പോകാൻ ആ ഒരു എല്ലാം അങ്ങനെയാണല്ലോ, എന്തിനും ഒരു ചെറിയൊരു മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര നല്ല വണ്ടി എടുത്ത് പറഞ്ഞാലും ആ വണ്ടിക്ക് ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു കാണുമ്പോൾ ഒരു ലുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെയാണ് വീഡിയോന്റെ കാര്യം, ഷോർട്ട് വീഡിയോ. അപ്പോൾ നമ്മൾ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് നല്ല രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് VN ആണ്, VN വീഡിയോ എഡിറ്റർ ആണ്. അപ്പോൾ കൈൻ മാസ്റ്റർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇൻഷോട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ആർക്കാരും ഈ ടിപ്പൊക്കെ നമ്മൾ ഈ കാണുന്ന വീഡിയോയുടെ ടിപ്പ് നമുക്ക് എല്ലാ ആപ്പിലും നമുക്ക് ഒരേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് എടുക്കുന്നത് നോക്കാം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിൽ കൂടുതൽ പേരും സാധാരണക്കാരായിരിക്കും, അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയാത്തുണ്ടാവില്ല. സാധാരണ വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും. നല്ല രീതിയിലൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാത്ത സാധാരണക്കാർ, കുറച്ച് വയസ്സുള്ള ആൾക്കാരുണ്ട്. അവർക്കൊന്നും ചിലപ്പോൾ നമ്മൾ പറയുന്നവരല്ല, അവർക്ക് പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പം അങ്ങനെയുള്ളവർക്കും കൂടിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ ഒന്നും സാധാരണ വയസ്സുള്ള ആൾക്കാർ കൂടുതലും മക്കളെ കൊണ്ടും മരുമക്കളെ കൊണ്ടും കൊച്ചു മക്കളെ കൊണ്ടൊക്കെയാണ് എഡിറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്നത്. പക്ഷെ അതൊന്നും വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ അകത്ത്, മൊബൈൽ ഫോണിൻ്റെ അകത്ത് സുഖമായിട്ട് എഡിറ്റ് ചെയ്തെടുക്കുക ഒരു വീഡിയോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കറക്റ്റായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അതിനായിട്ട് നമ്മൾ നമ്മുടെ VN വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞ ആപ്പാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമ്മളതിങ്ങനെ എടുക്കാൻ പോവാണ്. VN എടുത്തു. ഓക്കെ, അപ്പം VN വീഡിയോ എഡിറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഈ VNൻ്റെ അകത്ത് തന്നെ പ്രത്യേകത ഉണ്ട്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കണം. VNൻ്റെ ഒരു പ്രത്യേകതയാണ്, കുറച്ച് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ VN വീഡിയോ എഡിറ്റർ എടുത്തു. ഇവിടെ നമ്മൾ അടിയിൽ നമുക്ക് വലത് സൈഡിലായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാം, കണ്ടോ? ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണുന്നുണ്ട്, അതെടുത്തു. എന്നിട്ട് ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ക്ലീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലീൻ അടിക്കുന്നു. ഇപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ആണ്. അപ്പോൾ അവിടെ ഒരു സ്പേസ് ആയി, കണ്ടോ? 433 MB ആയി. ക്ലീൻ ചെയ്തെടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കത്രികേൻ്റെ ചിഹ്നമാണ്, നമുക്ക് എല്ലാവരും കാണുന്ന പോലെ തന്നെ കാണാം. കത്രികേൻ്റെ ചിഹ്നം കാണാം ഇവിടെ മേലെ, ന്യൂ പ്രൊജക്റ്റ് എന്നൊക്കെ എഴുതുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളിടത്ത് എടുത്തു. എന്നിട്ട് ഞാനിത് എൻ്റെ അതായത് മെയിൻ ചാനലിലോട്ട് ജസ്റ്റ് എടുത്തൊരു വീഡിയോ ആണ്. അതെങ്ങനെയാണ് എഡിറ്റ് ചെയ്തെടുക്കുന്നതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പല ടൈപ്പുള്ള വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഈ ടിപ്പുകൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതേ രീതിയിൽ ഞാൻ എഡിറ്റ് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ എടുക്കുന്നു. വലത്തോട്ടുള്ള ആരോ മാർക്ക് ഉണ്ട്, അവിടെ ഞെക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ എന്തായി, അവിടെ നമ്മുടെ VNൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വോയിസ് ഒന്നും ഞാൻ കേൾപ്പിക്കുന്നില്ല, കാരണം ഞാനിത് എൻ്റെ ഒരു വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മുടെ വീഡിയോൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് VNൻ്റെ ഒരു വാട്ടർമാർക്ക് ഉണ്ടാകും. അത് നമ്മൾ ആദ്യം ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇതിങ്ങനെ സെലക്ട് ചെയ്യും. നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ സെലക്ട് ആവും. സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് ഉണ്ടോ, ഇത് ഏത് ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെലക്ട് ചെയ്ത ഭാഗം ഡിലീറ്റ് എന്നുള്ള അടിയിൽ ഓപ്ഷൻ കാണാം. ഡിലീറ്റ് അടിക്കുമ്പം ഡിലീറ്റ് ആയി. ഓക്കെ, അതങ്ങ് പോയി. പിന്നെ നമുക്ക് അടുത്തായിട്ടുള്ള കട്ടിങ്, ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ഇവിടെ സൈഡിലൊരു അതായത് ഒരു വീഡിയോൻ്റെ ചിഹ്നം കാണാം, പ്ലസ് ചിഹ്നം. അതായത് ഈ ഫിൽറ്ററിൻ്റെ ഒക്കെ മേലെ ആയിട്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നിടത്ത് ക്ലിക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു ഇതുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനിലോട്ട് പോവാം. നമ്മൾ അടുത്ത വീഡിയോ സെലക്ട് ചെയ്യുന്നു, വലത്തോട്ടുള്ള ആരോ മാർക്ക് ഇവിടെ കാണാൻ അടിയിൽ, അത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മൾ അടുത്ത വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പം ഈ ഒരു എടുക്കുന്നതൊന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഞാൻ കാണിച്ചു തരാം പുറകെ ആരും സ്കിപ്പ് ചെയ്ത് പോകാണ്ട് കാണും കേട്ടോ. അപ്പോൾ നമ്മൾ 2 വീഡിയോൻ്റെ കട്ടിങ് കയറ്റി, ഇനി ഒരു വീഡിയോൻ്റെ കട്ടിങ് കൂടെ കയറ്റാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനത് ഒരു വീഡിയോൻ്റെ കട്ടിങ് കൂടെ അതേപോലെ തന്നെ ഒരു കട്ടിങ് അവിടെ കയറ്റി. ഓക്കെ, അപ്പോൾ കട്ടിങ് കയറ്റി അടുത്തൊരു വീഡിയോ കൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഉൾപ്പെടുത്താൻ പോവുകയാണ്. ഏറ്റവും ലാസ്റ്റായിട്ട് ഒരു 4 സെക്കൻഡുള്ളതാണ്, അതും കൂടെ കയറ്റി. ഓക്കെ, ഇപ്പോൾ 3 കട്ടിങ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 3 കട്ടിങ് കയറ്റി. അപ്പം നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ട്രിം ചെയ്ത് കളയാം. അതിനുള്ള ഓപ്ഷനാണ് അടിയിൽ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, നിങ്ങളിവിടെ കാണാം.
സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ചെറിയ എന്തെങ്കിലും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടി ആവശ്യമുള്ളാത്ത ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ അടിയിൽ ഡിലീറ്റിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സ്പ്ലിറ്റ് ഉണ്ടോ. ഇത് ഈ കത്രയും ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് സെലക്ട് ആവും. നമുക്ക് ഏത് ഭാഗമാണോ ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഭാഗം ഇതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സെലക്ട് ആവും. എന്നിട്ട് ഡിലീറ്റ് അടിച്ചേക്കും. അപ്പോൾ അത് പോയി. ഓക്കെ, അതിനുശേഷം നമ്മൾ തുടരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല. അതേസമയം നമുക്ക് ഒരു ഷോട്ടിൽ നിന്ന് വേറെ ഷോട്ടിലോട്ട് പോകുമ്പോൾ, അതായത് ഈ ഒരു ഷോട്ടിൽ നിന്ന് വേറൊരു ഷോട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ ഒരു ചേഞ്ചിങ് കൊടുക്കാം. മനസ്സിലായോ? അതായത് ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് കൊടുക്കാം. ഒരു ഷെയ്ഡ് വന്നിട്ട് നമുക്കത് മാറുന്ന ഒരു സംഭവത്തിലോട്ട് കൊടുക്കാം. അപ്പോൾ ബ്ലാക്ക് ഷെയ്ഡ്, അപ്പോൾ അതെങ്ങനെ എടുത്താൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, നടുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. നമ്മുടെ രണ്ട് വീഡിയോയും തമ്മിൽ ജോയിൻ്റ് ആകുന്നത് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. അവിടെ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരും. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉണ്ടോ പല ഓപ്ഷൻ വരും. എന്തുവാടി ഉണ്ടോ, ഇങ്ങനെ സൂം ചെയ്ത് പോകുന്നുണ്ട്, പിന്നെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ ഒരു വൃത്തികേടാണ്. പക്ഷേ നമുക്ക് തൽക്കാലം ജസ്റ്റ് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ ഇങ്ങനെ പോകുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. എന്തുവാടി നല്ല മങ്ങിയിട്ട് നമ്മൾ അടുത്ത ഷോട്ടിലോട്ട് പോകും. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒരു ആൾക്കാർക്ക് നമ്മൾ പെട്ടെന്ന് ഇത് കട്ട് ചെയ്ത് അങ്ങോട്ട് കയറുന്നതിനൊക്കെ നല്ല ഇത് ഒഴുകി അങ്ങോട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടു ഉണ്ടോ, അടുത്തിലോട്ട് പോകും. അങ്ങനെ ഒരു സംഭവം നമുക്ക് ആക്കി വെക്കാം. ഓക്കെ ഗൈസ്, അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ, നമ്മളെന്തെങ്കിലും ഒരു കാര്യം നമുക്കിവിടെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു പിക്ചറിൻ്റെ ചിഹ്നങ്ങൾ, അതായത് നമുക്ക് നമ്മുടെ വീഡിയോൻ്റെ അകത്ത് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ഫോട്ടോ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് സംശയം ചോദിച്ചൊരു കാര്യമാണ് അതെങ്ങനെയാണ്. അതിനുശേഷം നമ്മുടെ വീഡിയോൻ്റെ ചിഹ്നത്തിന് മേലെ ഒരു പിക്ചറിൻ്റെ ചിഹ്നം കാണാം. അവിടെ ഒരു പ്ലസ് ബട്ടൺ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പം സ്നോക്സ് എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ഏതെങ്കിലും ഫോട്ടോ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ, നമ്മളെന്തെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഒരു ഫാമിലി ഫോട്ടോ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫോട്ടോ കാണാം. ഈ ഒരു ഫോട്ടോ എടുക്കുക ഉണ്ടോ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആഡ് ചെയ്യാം. നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ അകത്ത് നമുക്കൊരു ഫോട്ടോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ്. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളതല്ല. അപ്പം പല ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. കുക്കിംഗ് വീഡിയോൻ്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തുടക്കത്തിൽ വേണമെങ്കിൽ ഒരു കുക്കിംഗ് വീഡിയോൻ്റെ ഫോട്ടോ ഒക്കെ വേണമെന്നാണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ കാണിച്ചെന്നുള്ളൂ. എത്ര നമുക്ക് എന്താ പറയുക, ആൾക്കാരിലോട്ട് കൂടുതൽ ഇമ്പ്രഷൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന വീഡിയോ ചെയ്യാൻ പറ്റുമോ അത് അത്രയും നല്ലതാണ് കേട്ടോ. അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിന് ശേഷം നമുക്കിവിടെ എഫക്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു ഫിൽറ്ററൊക്കെ വേണം മാറ്റിക്കോളാം. അടി ഫിൽറ്ററിൻ്റെ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ ചിലപ്പം ക്ലാരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കാണാൻ രസമില്ലാത്ത ഇതൊക്കെ ആണെങ്കിൽ നല്ലൊരു എഫക്റ്റൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഫിൽറ്ററൊക്കെ മാറ്റി വേറൊരു കളറൊക്കെ മാറ്റി കൊടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ചാനലിൻ്റെ നെയിം, നിങ്ങളുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് പല ആൾക്കാരും ടെസ്റ്റ് ചെയ്യുന്നത് കാണാം. ഇവിടെ ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ കൊടുത്തതിന് തൊട്ട് മേലെ ഒരു ടെസ്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ സബ് ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വീഡിയോ ടൈറ്റിലുണ്ട്, ലൈനുണ്ട്, മാസ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ നമ്മുടെ ചാനലിൻ്റെ നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിന് ആഡ് ലിറ്റിൽ ബിറ്റ് ബോഡി ടെസ്റ്റ് പോലത്തെ സാധനമാണ് കൊടുക്കേണ്ടത് കേട്ടോ. നമുക്ക് ചാനൽ നെയിം ഇട്ട് കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ എൻ്റെ മെയിൻ ചാനലിൻ്റെ പേരാണ് ജിജോസ് വ്ളോഗ് കേട്ടോ. ജിജോസ് വ്ളോഗ്, അതായത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോ ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോയാലും അവരുടെ അങ്ങനെ ഉപകാരമുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ അതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സംഭവം കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി ബോഡി ടെസ്റ്റ് എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മുടെ ബോഡിയിൽ തന്നെ കൊടുക്കുക. അപ്പോൾ അതെന്തായാലും ആർക്കും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാവില്ല. അപ്പം ജിജോസ് വ്ളോഗ് ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഈ സംഭവം വീഡിയോ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ ഇത് അവസാനം വരെ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീഡിയോൻ്റെ അവസാനം വരെ ആ ജിജോസ് വ്ളോഗ് എന്നുള്ള സാധനം അവിടെ ഉണ്ടാകും കണ്ടോ. നമ്മൾ ശ്രദ്ധിച്ചില്ലേ? അതായത് അത് അവിടെ ഉണ്ടാവും. അപ്പം ഈ വീഡിയോൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അടിച്ചു മാറ്റി പോയാലും നമ്മുടെ ആ ചാനലിൻ്റെ പേര് അവിടെ ഉണ്ടാവും. ഓക്കെ, അത് നമുക്കൊരു ഉപകാരമുള്ള കാര്യമാണ്. അതിനുശേഷം നിങ്ങൾക്ക് സോങ് ഒരിക്കലും എൻ്റെ അഭിപ്രായത്തിൽ സോങ് ഒരിക്കലും നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള സോങ് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സോങ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പിന്നെ ഫണ്ണി സൗണ്ട്സൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടെങ്കിൽ, ഫണ്ണി സൗണ്ട് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും ഫണ്ണി സൗണ്ട്സ്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫണ്ണി സൗണ്ട്സ് നമ്മുടെ ചാനലിലെ ഫണ്ണി സൗണ്ട്സും അല്ല, അതായത് ഈ ഒരു ആപ്പിൻ്റെ അകത്തുള്ള ഫണ്ണി സൗണ്ട്സ് കൊടുത്താൽ നമുക്ക് കോപ്പിറൈറ്റ് വരില്ല. കാരണം വെച്ചാൽ 5 സെക്കൻഡ് താഴോട്ടുള്ള ഫണ്ണി സൗണ്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫണ്ണി സൗണ്ട്സ് കിട്ടും. മൈ മ്യൂസിക്കിൻ്റെ അകത്ത് തന്നെ ഫണ്ണി സൗണ്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള സൗണ്ട്സ് വേണമെങ്കിൽ കൊടുക്കാനാവും. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെയുള്ള ഫണ്ണി സൗണ്ട്സ് ആഡ് ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഓഡിയോൻ്റെ അടുത്ത് ക്ലിക്ക് കൊടുക്കുക, സൗണ്ട് എഫക്റ്റ് എന്നുള്ളടത്ത് കൊടുക്കുക, ഫണ്ണി എന്നുള്ളടത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫണ്ണി സൗണ്ട്സ് ഒരുപാട് കിട്ടും. ഓക്കെ, ഈ ഫണ്ണി സൗണ്ട്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കോമഡി വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതിനകത്തുള്ള ഫണ്ണി സൗണ്ട്സ് കൊടുക്കാം, ഒരു കോപ്പിറൈറ്റും വരില്ല, ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. അപ്പോൾ
അല്ലാണ്ട് നമ്മൾ 5 സെക്കൻഡ് മേലോട്ടുള്ള സോങ് 4 സെക്കൻഡിന് മേലോട്ടുള്ള സോങ് ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കോപ്പിറൈറ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ചാനലിനകത്ത് ആഡ് ചെയ്യുന്നത് പറയുന്നത്. ഈ സൗണ്ട്സ് ഒന്നും കൊടുത്താൽ കുഴപ്പമില്ല, നമുക്ക് ഇവിടെ കൊടുക്കാം. അവിടെ യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫണ്ണി സൗണ്ട്സ് എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ അടുത്തതായിട്ട് നിങ്ങൾക്ക് വീഡിയോൻ്റെ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യം, നിങ്ങൾ സോങ് കൊടുത്തതിന് ശേഷം, അതായത് നിങ്ങൾക്ക് ഓഡിയോ ലൈബ്രറി എന്നുള്ള സോങ്, അതായത് യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറി എന്നുള്ള സോങ് മാത്രമേ ഇതിന് കൊടുക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോങ് എടുക്കുക. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് തന്നെയാണ് എടുക്കുന്നത്. സാധാരണ ഓഡിയോ പോയി കഴിഞ്ഞാൽ ഓഡിയോ ലൈബ്രറിയിലെ സോങ് കിട്ടും. ഈ മ്യൂസിക്കിൻ്റെ അകത്ത് മൈ മ്യൂസിക്കിനകത്താണ് സോങ് ഉണ്ടാവുക. നമുക്ക് ഓഡിയോ ലൈബ്രറി നമ്മൾ ഡൗൺലോഡ് വെച്ച് സോങ് ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വ്ളോഗ് ഇവിടുന്ന് എടുക്കരുത്, ഇവിടുന്ന് കൊടുത്ത് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരും. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ട്, ഇവിടെ ഇപ്പോൾ 1.0 സംതിങ്ങിനൊക്കെയുള്ള സോങ് ഉണ്ട്. ഇവിടെ നമ്മൾ സോങ് ആഡ് ചെയ്യുന്നു. അതിന് ടിക്ക് കൊടുത്തതിന് ശേഷം ഇതുണ്ട്, ഇത്ര സോങ് കിട്ടിയിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓഡിയോ ലൈബ്രറിയുള്ള സോങ് മാത്രമേ എടുക്കാവുള്ളൂ. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നതാണ്. ഈ സോങ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ സൗണ്ട് കുറച്ച് വെക്കണം. അതായത് ഈ സൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കരുത്, കാരണം നമ്മുടെ സൗണ്ടിനേക്കാളും കൂടുതലായിട്ട് ഒരിക്കലും വരരുത്. അപ്പോൾ വോളിയം ഇതൊരിക്കലും ഫുള്ളായിട്ട് പകുതിയാക്കി കൊടുക്കണം. ഉണ്ടോ, ഈ വോളിയത്തിൽ ഈ ഒരു ആരോമാനത്തിനൊക്കെ ആ ഒരു ബുക്കിൻ്റെ അകത്തിടുന്ന പകുതിയാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് ഒന്ന് എടുക്കുക. വീഡിയോൻ്റെ സൗണ്ട് വീഡിയോൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വോളിയം നമ്മൾ കൂട്ടി വെക്കാം. നമ്മുടെ സൗണ്ട് പകുതിയാക്കി വെക്കും. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അത്രയും ചെയ്തു. ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ മേലോട്ട് ചിഹ്നത്തെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർക്കും പറ്റുന്നത്. നമ്മുടെ വീഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ റെസൊല്യൂഷൻ ഉള്ളത് ഫുള്ളാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി നല്ല റെസൊല്യൂഷനായിട്ട് കിട്ടും. അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു FPS എന്നുള്ളത് ഈ 50 വെക്കുക. ഓക്കെ, പിന്നെ ഇവിടെ ക്വാളിറ്റി എന്നുള്ളത് ഒരു ഷോട്ടിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് ഭയങ്കര MB ആയി പോകും. ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ അത്ര വേണ്ട. നമുക്കൊരു എസ്റ്റിമേറ്റ് ഫയൽ സൈസ് എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളത് 442. ഓക്കെ, ഈ ഒരു സൈസിലേക്ക് ആക്കി വെക്കാം. ഈ ഒരു ക്വാളിറ്റിയിലൊക്കെ നിങ്ങൾക്ക് അടിയിൽ ഇനിയിപ്പോൾ അപ്ലോഡ് ആക്കണമെങ്കിൽ അടിയിൽ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡായി കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും ചെയ്ത് നമുക്ക് എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങളുടെ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ എഡിറ്റ് ചെയ്തെടുക്കാം. ഈ ആപ്പിനെ പരിചയപ്പെടുത്താനും കൂടുതൽ അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ. അറിയുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സുഖമായിട്ട് പല ആപ്പുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. VN കുറച്ച് സുഖമായിട്ട് പെട്ടെന്ന് സാധാരണക്കാർക്ക് ഒരു എന്താ പറയുക, അത്യാവശ്യം ഒരു ഏത് കൈൻ മാസ്റ്ററും ഇൻഷോട്ടൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് VN അകത്ത് നല്ല സുഖമായിട്ട് എഡിറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ ഒക്കെ അപ്ലോഡ് ചെയ്തെടുക്കാനാവും. അത്യാവശ്യം ഫോണിൻ്റെ റാം കുറവുള്ള ആൾക്കാരാണെങ്കിലും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ക്യാമറ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് എഫക്റ്റൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് ചെയ്ത് കൊടുക്കാനുള്ള ടെക്സ്റ്റിൻ്റെ ആയാലും നമുക്ക് ബോഡി ടെസ്റ്റ് ആയാലും പിന്നെ അല്ലെങ്കിൽ വേറെ ഒരു പിക്ചർ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു പിക്ചർ ഉൾപ്പെടുത്തുന്ന ആ ഒരു സംഭവം ഞാൻ കാണിച്ചതിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ള ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഉൾപ്പെടുത്തിയിട്ട് റിയാക്ഷൻ വീഡിയോ ഒക്കെ നമുക്ക് സംസാരിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ് ഷോർട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടും സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ബൈ.